ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSST സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 സിസ്റ്റമാറ്റിക്സിലെ സ്പീഷീസ് കൺസെപ്റ്റ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. വാട്ട് ഈസ് സ്പീഷീസ്? Species is considered as the basic unit of biological classification. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ബേസിക് യൂണിറ്റുകൾ സ്പീഷീസ് ആണ്. ആരാണ് ഈ സ്പീഷീസ് എന്ന ടേം പ്രപ്പോസ് ചെയ്തത്? ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ആയ ജോൺ റേ ആണ് സ്പീഷീസ് എന്ന ടേം പ്രപ്പോസ് ചെയ്തത്. Species is a group of actually or potentially interbreeding natural populations that are reproductively isolated from other such groups. സ്പീഷീസ് എന്ന് പറയുന്നത് ഇന്റർബ്രീഡിംഗിൽ വഴി ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പോപ്പുലേഷൻ ആണ്. അതായത് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റ് ആയിട്ടുള്ള ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള പോപ്പുലേഷൻസ് ആണ് സ്പീഷീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്പീഷീസ് ദ പ്രിൻസിപ്പൽ നാച്ചുറൽ ടാക്സോണമിക് യൂണിറ്റ്. ഓൾറെഡി പറഞ്ഞു, ടാക്സോണമിക് യൂണിറ്റിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? സ്പീഷീസ് തന്നെയാണ്. ജീനസിന്റെ തൊട്ട് താഴെയായിട്ടാണ് റാങ്കിങ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഹോമോസാപ്പിയൻസ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സാപ്പിയൻസ് ആണ് സ്പീഷീസ്. ഗോഡ്ഫ്രേ ആൻഡ് മാർക്സ് അവരുടെ അഭിപ്രായത്തിൽ സ്പീഷീസിനെ കണക്കാക്കുന്നത് സ്പീഷീസ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ബയോളജി. ബയോളജിയുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് സ്പീഷീസ് എന്നാണ് കണക്കാക്കുന്നത്. വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് സ്പീഷീസ്? ദീസ് ജനറ്റിക് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് ജീൻ പൂൾ ഷെയർഡ് ബൈ ഇറ്റ്സ് മെമ്പർ. ഒരുപാട് മെമ്പേഴ്സിനെ ഉൾക്കൊള്ളുന്ന ഒരു ജീൻ പൂളിന്റെ ഒരു ബേസിക് ജനറ്റിക് യൂണിറ്റ് കൂടിയാണ് ഇത് സ്പീഷീസ്. ഇറ്റ് കംപ്രൈസസ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് വിച്ച് ഷെയർ എ ക്ലോസ് കോമൺ ആൻസസ്ട്രി. ഒരേ ക്യാരക്ടേഴ്സ് ഉള്ള പൂർവികരെ ഉൾക്കൊള്ളുന്ന ഒരു ജനറ്റിക്കലി സെയിം ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണ് സ്പീഷീസ്. മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് എക്സിബിറ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് കോമൺ ഫീച്ചേഴ്സ് വിച്ച് ആർ ഡിഫറെന്റ് ഫ്രം ദോസ് അതർ സ്പീഷീസ്. മറ്റ് സ്പീഷീസിൽ നിന്ന് വ്യത്യാസമായി ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള കോമൺ ഫീച്ചേഴ്സ് ഉള്ളവരാണ് സ്പീഷീസ്. Each species is reproductively isolated from other species so that transient, intermediate, intergrading forms are usually absent between two species. ഓരോ സ്പീഷീസും ജനറ്റിക്കലി ഐസൊലേറ്റ് ആയിട്ട് തന്നെ രണ്ട് സ്പീഷീസ് കടയിലുള്ള ഇന്റർമീഡിയറ്റ് സ്വഭാവം കാണിക്കാറില്ല. മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് ഇന്റർബ്രെഡ് ആൻഡ് പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓസ്പ്രിങ്. ഒരേ സ്പീഷീസിനകത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ ബ്രീഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ഉണ്ടാകുന്നത്. നോർമലി മെമ്പേഴ്സ് ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഡു നോട്ട് ഇന്റർബ്രെഡ് and so natural interspecific hybrids are altogether absent or very rare. അതായത് ഒരേ സ്പീഷീസുകൾ നമ്മൾ ഇന്റർബ്രീഡ് ചെയ്ത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സ്പീഷീസുകൾ നാച്ചുറലി എന്ത് ചെയ്യാറില്ല, ഇന്റർബ്രീഡിങ് ചെയ്യാറില്ല. എന്നാൽ വളരെ റെയർ ആയിട്ട് നടക്കാറുണ്ടെങ്കിലും അതുവഴി ഉണ്ടാകുന്ന എംഗൺസ് ചിലപ്പോൾ എംഗൺസ് ഉണ്ടാകണമെന്നില്ല, ഉണ്ടായാൽ തന്നെ അത് ഫെർട്ടൈൽ ആയിരിക്കില്ല, സ്റ്റെറൈൽ ആയിരിക്കും. എക്സാമ്പിൾ മ്യൂള്, ഹിന്നിയൊക്കെ ഒന്ന് ഓർത്തു, ലൈഗറൊക്കെ ഒന്ന് ഓർത്തു പോകും. ഈച്ച് സ്പീഷീസ് ഇന്ററാക്ട് വിത്ത് ഈസ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് എൻവയോൺമെന്റ്. ഓരോ സ്പീഷീസും അത് ജീവിക്കുന്ന എൻവയോൺമെന്റിലെ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എ സ്പീഷീസ് ഓക്കുപൈസ് എ സ്പെസിഫിക് എക്കോളജിക്കൽ നിഷ് വിച്ച് മേ നോട്ട് ബി ഓക്കുപൈഡ് ഓർ യൂട്ടിലൈസ്ഡ് ബൈ അനദർ. ഓരോ സ്പീഷീസിനും അതിൻ്റെതായിട്ടുള്ള നിഷ്, എക്കോളജിക്കൽ നിഷ് അഥവാ ഹാബിറ്റാറ്റ് ഉണ്ടായിരിക്കും. അത് മറ്റൊരു സ്പീഷീസ് ഷെയർ ചെയ്യാറുള്ളത്. അതായത് ഒരേ സ്പീഷീസ്, ഡിഫറെന്റ് സ്പീഷീസുകൾ ഒരിടത്ത് അല്ലെങ്കിൽ ഒരു വാസസ്ഥലത്ത് താമസിക്കാറില്ല. So two species can never have the same niche. ഒരേ നിഷിൽ ഡിഫറെന്റ് സ്പീഷീസുകൾ താമസിക്കാറില്ല. റിലേറ്റഡ് സ്പീഷീസ് യൂഷ്വലി ഓക്കുപൈ സെപ്പറേറ്റ് ബട്ട് അഡ്ജോയിനിങ് ഓർ നിയർ ബൈ ടെറിട്ടറീസ്. റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് സാധാരണ സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടുന്നുവെങ്കിലും അവര് അടുത്തടുത്തുള്ള ടെറിട്ടറീസിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജോയിൻ ചെയ്യാനും കാണപ്പെടുന്നു. എവരി സ്പീഷീസ് ഇവോൾവ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് ആൻസസ്റ്റർ സ്പീഷീസ് ബൈ അക്വയറിംഗ് ടെറിട്ടറൽ അഡാപ്റ്റീവ് വേരിയേഷൻസ്. ഓരോ സ്പീഷീസും തൊട്ട് മുമ്പുണ്ടായിരുന്ന സ്പീഷീസ് നിന്ന് തന്നെയാണ്, പൂർവികളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായി വരുന്നത്. അവർക്ക് ആ പൂർവികരിൽ നിന്നുള്ള അക്വയർ ആയിട്ടുള്ള ഇരട്ടബിൾ ആവുന്ന ക്യാരക്ടേഴ്സ് അക്വയർ ചെയ്യാനുള്ള കഴിവ് ഉണ്ടായി. നെക്സ്റ്റ്, ഡിഫറെന്റ് സ്പീഷീസ് കോൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ടൈപ്പോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് there are number of diversities on surface of earth that exist as a limited number of universal or types. അതായത് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്, വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് നമ്പർ ആയിട്ടോ അതിനെ ലിമിറ്റഡ് നമ്പർ ഓഫ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ടൈപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ടൈപ്പാണ് പിന്നീട് എന്താ പേരിൽ അറിയപ്പെടുന്നത്? സ്പീഷീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. These types do not bear any relation to each other and these types are called as species. ഈ ടൈപ്പുകളാണ് പിന്നീട് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്പീഷീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. Variation is considered as trifling and irrelevant phenomenon. ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് ബേസിലാണെങ്കിൽ ഇത് വേരിയേഷൻ കണക്കാക്കുന്നത് വളരെ പ്രസക്തി ഇല്ലാത്ത നിസ്സാരമായിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദിസ് കൺസെപ്റ്റ് വാസ് ഇൻ ഫിലോസഫീസ് ഓഫ് പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ ആൻഡ് വാസ് ദ സ്പീഷീസ് കൺസെപ്റ്റ് ഓഫ് ലിനേയസ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ്.
ഈ ഒരു ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അത് കടമെടുത്തിരിക്കുന്നത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അതുപോലെ തന്നെ ലിനേഴ്സും അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ എല്ലാം ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് ബേസിലായി. സ്പീഷീസ് ആർ സ്റ്റാറ്റിക്, ഇമ്മ്യൂട്ടബിൾ ആൻഡ് ഐഡിയൽ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് സ്പീഷീസ് ആർ ഓൺലി കോപ്പീസ് ഓർ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഐഡിയൽ ടൈപ്പ്. ഓരോ സ്പീഷീസിലും അതിന്റെ ഐഡിയൽ ടൈപ്പ്, ഒരു ഐഡിയൽ ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്ത സ്പീഷീസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആ ഐഡിയൽ ടൈപ്പ് ഏതാണോ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്നത് തന്നെയായിരിക്കും സ്പീഷീസ്. സെക്കൻഡ് സ്പീഷീസ് കൺസെപ്റ്റ്, നോമിനലിസ്റ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ വില്യം ഓഫ് ഒക്കാം ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. വില്യം ഒക്കാമും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും ചേർന്നാണ് ഇങ്ങനൊരു നോമിനലിസ്റ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് കൊണ്ടുവന്നത്. According to this concept, only individuals exist but do not believe in the existence of species. ഇവിടെ ഇൻഡിവിജ്വലിലാണ് വിശ്വസിക്കുന്നത്, ഒരു സ്പീഷീസിന്റെ നിലനിൽപ്പിൽ വിശ്വസിക്കുന്നില്ല. സ്പീഷീസ് ആർ മാൻസ് ഓൺ ക്രിയേഷൻസ് ആൻഡ് ഹാവ് നോ ആക്ച്വൽ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ. ഇവിടെ പറയുന്നത് സ്പീഷീസുകൾ മനുഷ്യന്റെ ക്രിയേഷനിലുള്ളതാണ്, അല്ലാതെ ഒരു സ്ഥിരത ഇല്ലാത്ത, പ്രകൃതിയിൽ സ്ഥിരത ഇല്ലാത്ത ഒരു വിഭാഗമാണ് സ്പീഷീസ് എന്നാണ് നോമിനലിസ്റ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് പറയുന്നത്. There are mental concept and nothing more. ഇവിടെ ഒരു മെന്റൽ കൺസെപ്റ്റ് മാത്രമല്ല, അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. Therefore, such a mental concept of man has no value. അങ്ങനെ മെന്റൽ കൺസെപ്റ്റിന് പ്രത്യേകിച്ച് വാല്യൂ കണക്കാക്കപ്പെടുന്നില്ല. This concept was popular in France in 18th century. 18th century ഫ്രാൻസിൽ ഇത് ഈ ഒരു കൺസെപ്റ്റ് വളരെ പോപ്പുലർ ആയി. Third one, morphological and taxonomic species concept proposed by Carl Linnaeus. According to it, species is a population or a group of populations morphologically different from other populations. അതായത് കോൾസ് ലിനേഴ്സിന്റെ അഭിപ്രായത്തിലുള്ള സ്പീഷീസ് കൺസെപ്റ്റിൽ സ്പീഷീസ് എന്ന് പറഞ്ഞൊരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ആണ്. ഇവിടെ മറ്റ് പോപ്പുലേഷനും അതിനകത്തുള്ള ജീവികൾ മോർഫോളജിക്കലി വ്യത്യാസമുള്ളവരായിരിക്കും. Thus, species are distinguished from each other on the basis of observed similarities and differences. ഇവിടെ സ്പീഷീസുകളെ തിരിച്ചറിയുന്നത് നമ്മൾ അതിൽ നിന്ന് ഒബ്സർവ് ചെയ്ത സിമിലാരിറ്റികളുടെയും ഡിഫറൻസിന്റെയും ബേസിലായി. Fourth one, biological species concept proposed by Ernst Mayr. According to this concept, a species is a group of interbreeding natural populations that is reproductively isolated from other such groups. മറ്റ് അതേപോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നും റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയി നാച്ചുറൽ ഇന്റർബ്രീഡിങ്ങിലൂടെ ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് സ്പീഷീസുകൾ. ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് കൺസിസ്റ്റ് ഓഫ് 3 പ്രോപ്പർട്ടീസ്. ഈ ഒരു സ്പീഷീസ് കൺസെപ്റ്റിൽ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത് a reproductive community, second one an ecological unit, third one genetic unit. Species form a genetic unit in that it consists of a closed and protective gene pool which is prevented from genetic exchange in other species. സ്പീഷീസ് ഉണ്ടാകുന്നത് എപ്പോഴും ഒരു ജെനറ്റിക് യൂണിറ്റിന്റെ ബേസിലാണ്. ഒരേപോലുള്ള ജീൻ പരമായിട്ടുള്ള ഓർഗാനിസം ആണല്ലോ ഒരു സ്പീഷീസിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് ക്ലോസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ജീൻ പൂൾ ആണ്. ജീൻ പൂൾ ക്ലോസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം അതിൽ നിന്നും മറ്റൊരു സ്പീഷീസിലേക്ക് ജീനുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. സെയിം സ്പീഷീസിനകത്താണ് ജീൻ എക്സ്ചേഞ്ച് റീകോമ്പിനേഷൻ നടക്കുന്നത്. നോർമലി നാച്ചുറലി അങ്ങനെ ഇന്റർബ്രീഡിങ് നടക്കാറില്ല, മറ്റു സ്പീഷീസുമായിട്ട് ഇന്റർബ്രീഡിങ് നടക്കാറില്ല. അതായത് ജീൻ പൂൾ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നില്ല. എന്താണ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ്? ദാറ്റ് മീൻസ് ലിമിറ്റേഷൻസ് ഓഫ് ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ്. ഇറ്റ് ഹോൾഡ്സ് ഗുഡ് ഓൺലി ഫോർ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം. സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാൻസിൽ മാത്രമേ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഡസ് നോട്ട് ടേക്ക് ഇൻ ദ അക്കൗണ്ട് ഓഫ് എവല്യൂഷണറി ഹിസ്റ്ററി. ഈ ഒരു കൺസെപ്റ്റിൽ എവല്യൂഷണറി ഹിസ്റ്ററിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ദിസ് കൺസെപ്റ്റ് ഡസ് നോട്ട് കൺസിഡർ ദ എവല്യൂഷണറി കണ്ടിന്യൂറ്റി. അതുപോലെ എവല്യൂഷണറി ഹിസ്റ്ററിയെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല, എവല്യൂഷണറി കണ്ടിന്യൂറ്റിയും നൽകുന്നില്ല. ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. Due to the lack of proper information, systematics face some problems when applied to some cases. നമുക്ക് മതിയായ വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് ചില സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യാനും കഴിയില്ല. Fifth one, reproductive species concept proposed by Ernst Mayr. The individuals of a species seek each other as potential mate for the purpose of reproduction and the members form a reproductive community. ഇവിടെ ഓരോ ഇൻഡിവിജ്വൽസും സ്പീഷീസുകളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ മേറ്റുകളെ, ഇണകളെ തിരഞ്ഞെടുക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഇവർ ചേർന്ന് ഒരു റീപ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയും ചെയ്യുന്നു. This is the concept that 2 organisms that are able to interbreed naturally and produce fertile offspring belongs to the same species. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരേ സ്പീഷീസുകളിൽ മേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള സ്പീഷീസ് തന്നെയാണ് പിന്നീട് ഉണ്ടാകുന്നത്. On other hand, organism can interbreed but almost always produce infertile hybrid do not belong to the same species. എന്നാൽ
വ്യത്യാസപ്പെട്ട സ്പീഷീസുകൾ തമ്മിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹൈബ്രിഡ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ ലൈഗർ, ഒക്കാപ്പി ഒക്കെ അതിന് എക്സാമ്പിൾ. സിക്സ്ത് വൺ, mate recognition species concept proposed by Patterson. Species have a specific mate recognition system. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്പീഷീസുകൾക്ക് ഒരു പ്രത്യേകതരം മേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. A species, according to this concept, is a group of organisms that are known to recognize one another as potential mate. അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഓരോ സ്പീഷീസും മേറ്റിങ്ങിന് വേണ്ടി അവർക്ക് അറിയാവുന്ന അനുയോജ്യമായിട്ടുള്ള സ്പീഷീസിനെ സെലക്ട് ചെയ്യുന്നു. A species is that most inclusive population of individual biparental organisms which share a common fertilization system. ഒരേ ഫെർട്ടിലൈസേഷൻ സിസ്റ്റം ഷെയർ ചെയ്യുന്ന ബൈപാരന്റ് സിസ്റ്റത്തിലൂടെയാണ് സ്പീഷീസുകൾ തന്നെ ബൈപാരന്റ് സിസ്റ്റത്തിലൂടെയാണ് സ്പീഷീസുകൾ ഉണ്ടാകുന്നതാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. ജസ്റ്റ് ആസ് ദ ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ്, ദിസ് ഈസ് ആൾസോ അപ്ലൈസ് ടു സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗൻസ്. നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റിനെ പോലെ ഇവിടെയും നമുക്ക് സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗൻസിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. Ecological species concept proposed by Le Van Bellen. The members of species differ each other for many species, but all members together form a unit, interact as a unit with other species in any environment. അതായത് ഇവിടെ ഓരോ സ്പീഷീസുകളും മറ്റ് സ്പീഷീസുകളും വ്യത്യാസമായിരിക്കുമെങ്കിലും പക്ഷേ ഇവരെല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ എൻവയോൺമെന്റിൽ ജീവിക്കുന്നത്. Ecological species is a set of organisms similarly adapted to a particular set of environmental resources called niche. ഇവിടെ എക്കോളജിക്കൽ സ്പീഷീസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം ജീവജാലങ്ങളായിരിക്കും. പല സ്പീഷീസുകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ജീവജാലങ്ങളിൽ ഒരു ഹാബിറ്ററ്റിൽ ജീവിക്കുന്നു. അതായത് ഒരു എക്കോസിസ്റ്റത്തിൽ ഇല്ലാത്ത അവരുടെ വാസസ്ഥലത്തിൽ റിസോഴ്സുകൾ ഷെയർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു കൂട്ടം ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. ജനറ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ജോഹാൻസ് പോളസ് ലോഡ്സി. The species are recognized based on the similarity of DNA of individuals or population. ഇവിടെ ഒരു പോപ്പുലേഷനകത്തുള്ള അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻഡിവിജ്വൽസിന്റെ DNA സിമിലാരിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ സ്പീഷീസുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. Evolutionary species concept. Not all taxonomists, especially paleontologists, are not satisfied with the biological species concept. നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് എല്ലാ ടാക്സോണമിസ്റ്റുകളും അത് അഗ്രി ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് പാലിയോളജിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം സെക്ഷുവലി റീപ്രൊഡ്യൂസ് ഓർഗൻസിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞല്ലോ. അതിന് പകരം പല സയൻസിലും പ്രിഫർ ചെയ്യുന്നത് എവല്യൂഷണറി സ്പീഷീസ് കൺസെപ്റ്റ് ആയിരിക്കും. They preferred a definition of species which are related to that evolution. എവല്യൂഷനുമായി പരിണാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് പല സയൻസുകൾ സ്പീഷീസിനെ നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിംസന്റെ അഭിപ്രായത്തിൽ എവല്യൂഷണറി സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു വംശത്തിൽ നിന്നും ഇവോൾവ് ചെയ്തുണ്ടാകുന്ന എവല്യൂഷന്റെ ഫലമായിട്ട് ഇവോൾവ് ചെയ്തുണ്ടാകുന്ന സ്പീഷീസുകളായിരിക്കും. അവർക്ക് അതിൻ്റെതായിട്ടുള്ള എവല്യൂഷൻ റോളും ടെൻഡൻസീസും യുണീക് ഫീച്ചേഴ്സും കാണും. ഫൈലോജെന്റിക് സ്പീഷീസ് കൺസെപ്റ്റ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു മൊഡ്യൂളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാഡിസ്റ്റിക്സിലെ ഫെനറ്റിക്സ് എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എവല്യൂഷന്റെ ഫലമായിട്ട് ഒരു വംശ പരമ്പര ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിലൂടെ ഉണ്ടാകുന്ന സ്പീഷീസിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് പറയേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് വരും. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത സ്പീഷീസ് കൺസെപ്റ്റുകളാണെങ്കിൽ ഇനി നമുക്ക് അതർ ടൈപ്പ് ഓഫ് സ്പീഷീസിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യാം. സിബിലിംഗ് സ്പീഷീസ്. According to Mayer, any of two or more related species that are morphologically nearly identical but are incapable of producing fertile eggs. ചിലപ്പോൾ ചില സ്പീഷീസ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും, വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസുകളായിരിക്കും. ഇവർക്ക് മേറ്റ് ചെയ്യാനോ അതുവഴി ഒരു ഫെർട്ടൈൽ എഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനോ കഴിയാത്തവയാണ് നമ്മൾ സിബിലിംഗ് സ്പീഷീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. They can only be identical by genetic, biochemical, behavioral or ecological factors. ഇവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ജനറ്റിക് പരമായിട്ടുള്ള കാര്യങ്ങളോ ബയോകെമിക്കൽ, ബിഹേവിയറൽ, ഇക്കോളജിക്കൽ ഫാക്ടേഴ്സിന്റെ ബേസിലായിരിക്കും സിബിലിംഗ് സ്പീഷീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. Cryptic species. Two or more distinct species that are almost identical in appearance, making them distinguishable by morphology, yet they are genetically distinct and reproductively isolated. ക്രിപ്റ്റിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സിബിലിംഗ് സ്പീഷീസ് തന്നെയാണ്, കുറച്ചും കൂടെ ഐഡന്റിക്കൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞതിൽ മോർഫോളജിക്കൽ ഐഡന്റിക്കൽ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് അപ്പിയറൻസിലും ഐഡന്റിക്കൽ ആയിരിക്കും, എന്നാൽ ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. മോർഫോ സ്പീഷീസ്. Animals from same species show strong morphological difference across due to the sexual dimorphism. സെക്ഷൽ ഡൈമോർഫിസം വരുന്നതിന് ഫലമായിട്ട് ഒരേ സ്പീഷീസിനകത്ത് തന്നെ ചില മോർഫോളജിക്കൽ ഡിഫറൻസ് കാണിക്കുന്നതിനെയാണ് മോർഫോ സ്പീഷീസ് എന്ന് പറയുന്നത്.
അതിനകത്ത് ഒരു കൺവേർജ് എവല്യൂഷൻ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് പറയുന്നത്. കൺവേർജന്റ് എവല്യൂഷൻ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിന്റെ ഫലമായിട്ടായിരിക്കും മോർഫോ സ്പീഷീസ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മെനി സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈ അപ്പിയറിംഗ് സിമിലർ ഡ്യൂ ടു ദ മോർഫോളജി സിമിലാരിറ്റീസ് റെസ്പെക്റ്റീവ് ദെയർ ആട്രിബ്യൂട്ട്. അതായത് ഒരുപാട് ബട്ടർഫ്ലൈസ് ഒരേ ക്യാരക്ടേഴ്സ് കാണിക്കുന്നില്ലേ, എന്നാൽ അത് ജനറ്റിക്കലി വ്യത്യാസമാണ്, പക്ഷെ അപ്പിയറൻസിൽ സെയിം ആയിരിക്കും. അത്തരം സ്പീഷീസ് ആണ് മോർഫോ സ്പീഷീസ്. അഗമോ സ്പീഷീസ്. അഗമോ സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അഗമോസ്പെർമി അല്ലെങ്കിൽ അപ്പോമിക്സ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. ഫെർട്ടിലൈസ് നടക്കുന്നത് സീഡ് ഉണ്ടാവുന്ന പ്രോസസ് ആയി ഫീമെയിൽ ഗ്യാമിക് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, ഓവുകൾ സീഡായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെയാണ് സ്പീഷീസ് ഇൻ വിച്ച് സെക്ഷൽ റീപ്രഡക്ഷൻ ഈസ് ആബ്സെന്റ്, ഫെർട്ടിലൈസേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിക് നോട്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഓഫ്സ്പ്രിംഗ്. ഇവിടെ സെക്ഷൽ റീപ്രഡക്ഷൻ നടക്കാതെ തന്നെ ചില കേസിൽ ചില സ്പീഷീസുകൾ ഉണ്ടാകാറുണ്ട്, ഡയറക്റ്റ് ഉണ്ടാകാറുണ്ട്. യൂണിപാരന്റൽ ഒറിജിൻ, ഒറ്റ പാരന്റിൽ നിന്നും റീപ്രഡക്ഷൻ നടക്കാതെ തന്നെ ചിലപ്പോൾ ഡയറക്റ്റ് ഗ്യാമറ്റിൽ നിന്ന് യങ് വൺസ് ഉണ്ടാകാറുണ്ട്. ലുക്സ് മോർഫോളജിക്കലി സിമിലർ, ചിലപ്പോൾ ആ സ്പീഷീസുകൾ മോർഫോളജിക്കലി സിമിലർ ആയിരിക്കും. ക്ലാസിഫൈഡ് ആസ് എ സിംഗിൾ സ്പീഷീസ്, അതായത് ഒരു സിംഗിൾ സ്പീഷീസ് നമ്മൾ ക്ലാസിഫൈ. എക്സാമ്പിൾ പല ബാക്ടീരിയകളും പ്ലാന്റ്സുകളും ഫംഗസുകളും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അംബ്രല്ല സ്പീഷീസ്, ഈ ഒരു ടൈം പ്രൊപ്പോസ് ചെയ്തത് വിൽക്കോസ് എന്ന സയന്റിസ്റ്റ് ആണ്. Species selected for making conservation decision typically because protecting them species inherently protect many other species that make up the ecological community of its habitat. അതായത് ഒരു അംബ്രല്ല, ഒരു കുടക്കീഴിൽ ഒരുപാട് സ്പീഷീസ് ഒരുമിച്ച് ജീവിക്കുന്നു സങ്കല്പിച്ചു. അതേപോലെ ഒരു നമ്മുടെ കൺസർവേഷൻ വരുന്നത് ഒരു എക്കോളജിയിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് സ്പീഷീസുകൾ ചേർന്നായിരിക്കും അവിടെ ആ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ജീവികളെ കൺസർവ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്പീഷീസ് മറ്റ് ജീവികളെ കൂടെ കൺസർവ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്പീഷീസുകളെയാണ് അംബ്രല്ല സ്പീഷീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീസ്റ്റോൺ സ്പീഷീസ്, a species that has a disproportionately large effect of environment relative to its abundance. അതായത് ഒരു ജീവി കൊണ്ട് അവിടെ എൻവയോൺമെന്റിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന സ്പീഷീസ് ആണെങ്കിൽ, ആ ഒരു സ്പീഷീസ് കാരണം ആ എൻവയോൺമെന്റിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പീഷീസ് ആണെങ്കിൽ ആ സ്പീഷീസുകളെ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയാം. ഒരു എക്കോസിസ്റ്റം കൺസർവ് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ, സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സ്പീഷീസുകളായിരിക്കും സഹായിക്കുന്നതെങ്കിൽ അവയെ നമുക്ക് കീസ്റ്റോൺ സ്പീഷീസ് എന്നും പറയാം. Unindicated species, സൂചകങ്ങളായിട്ടുള്ള സ്പീഷീസ് ഉണ്ട് അല്ലെ. എനി ബയോളജിക്കൽ സ്പീഷീസ് ദാറ്റ് ഡിഫൈൻസ് എ ട്രേറ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റ്, ഒരു എൻവയോൺമെന്റ് സ്വഭാവം നിർണ്ണയിക്കുന്ന സ്പീഷീസുകളെയാണ് ഇൻഡിക്കേറ്റഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലൈക്കൺ, പൊല്യൂട്ടഡ് ഏരിയയിൽ അത് വളരില്ല. അപ്പൊ ലൈക്കന്റെ ആബ്സെൻസിൽ നമുക്ക് അവിടെ പൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം. ലൈക്കൺ ഉണ്ടെങ്കിൽ അവിടെ എയർ പൊല്യൂഷൻ കുറവാണെന്ന് പറയാം. അതൊരു ഇൻഡിക്കേറ്റഡ് സ്പീഷീസ്. അതുപോലെ സ്റ്റോൺ ഫ്ലൈസ് ഇൻഡിക്കേറ്റ് ഹൈ ഓക്സിജൻ വാട്ടർ, വെള്ളത്തിൽ ഓക്സിജൻ അളവ് കൂടുതലാണെങ്കിൽ സ്റ്റോൺ ഫ്ലൈസിന്റെ പ്രസൻസ് കൂടുതലായിരിക്കും. മൊളസ്ക, ന്യൂമറസ് ബൈവാൾ മൊളക്സ് ഇൻഡിക്കേറ്റ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ചില മൊളക്സുകളുടെ അപ്പിയറൻസ് കാണിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്, എ സ്പീഷീസ് സെലക്ടഡ് ടു ആക്ട് ആസ് ആൻ അംബാസഡർ, ഐക്കൺ ഓർ സിംബൽ ഫോർ എ ഡിഫൈൻഡ് ഹാബിറ്റാറ്റ്, ഇഷ്യൂ, ക്യാമ്പയിൻ ഓർ എൻവയോൺമെന്റൽ കോസ്. എൻവയോൺമെന്റൽ കോസിനോ അല്ലെങ്കിൽ ഒരു ഹാബിറ്ററ്റ് ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരു ഐക്കണോ സിംബലോ അല്ലെങ്കിൽ അംബാസഡറായിട്ട് മാറുന്ന സ്പീഷീസുകളെയാണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് 80s കൺസർവേഷൻ ബയോളജിയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്. കോണ്ടിനെന്റൽ സ്പീഷീസ്, animals those living on a large land masses as distinct from insular species. ഒരു കോണ്ടിനെന്റിൽ മാത്രം കാണപ്പെടുന്ന ചില പ്രത്യേകതര സ്പീഷീസ്. ഇൻസുലാർ സ്പീഷീസ്, animals those living on isolated island which off their fauna to dispersal method other than overland migration. കരയിലൂടെയുള്ള കുടിയേറ്റം, മൈഗ്രേഷൻ അല്ലാതെ മറ്റു തരത്തിൽ ജീവികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയ ഐലൻഡിൽ മാത്രം ഒതുങ്ങി കാണപ്പെടുന്ന സ്പീഷീസുകളാണ് ഇൻസുലാർ സ്പീഷീസ്. കോസ്മോപൊളിറ്റൻ സ്പീഷീസ്, വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് സ്പീഷീസ് ഓവർ ദ എർത്ത് ഇൻ ഓൾ മെജോറിറ്റി സൂ ജിയോഗ്രഫിക്കൽ റീജിയൻ. എല്ലാ സൂ ജിയോഗ്രഫിക്കൽ റീജിയൻസിലും കാണപ്പെടുന്ന എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സ്പീഷീസുകളെയാണ് കോസ്മോപൊളിറ്റൻ സ്പീഷീസ് എന്ന് പറയുന്നത്. മൗണ്ടൈൻ സ്പീഷീസ്, പേര് തന്നെ ഉണ്ട്, എന്താണ്, മൗണ്ടൈൻ റീജിയൻസിൽ കാണപ്പെടുന്ന സ്പീഷീസ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിംപാട്രിക്, അലോപാട്രിക്, പെരിപാട്രിക് ആൻഡ് പാരാപാട്രിക് സ്പീസിയേഷനും സ്പീഷീസുകൾ. സ്പീസിയേഷനിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് മറന്നുപോയവർ ആ ക്ലാസ് ഒന്ന് കാണുക. സബ് സ്പീഷീസ്, ഓർണിത്തോളജിസ്റ്റ് ആയ സ്ലേഗലാണ് ഇത് പ്രപ്പോസ് ചെയ്ത് ട്രൈനോമൽ നോമൻക്ലേച്ചറിനെ സൂചിപ്പിക്കാനാണ് ഈ സബ് സ്പീഷീസ് വന്നു തുടങ്ങിയത്. The term applied to geographically isolated population or group of population that are genetically different but are not sufficiently different to be reproductively isolated.
അതായത് ഒരേ ഗ്രൂപ്പിനകത്ത് ഫിസിക്കലി ആൻഡ് ജനറ്റിക്കലി ഡിഫറൻസ് കാണിക്കുന്ന ചില സ്പീഷീസുകളെയാണ് നമ്മൾ സബ്സ്പീഷീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെമി സ്പീഷീസ്, എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ആർ ടാക്സോണമിക്കലി ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ എ റേസ് ആൻഡ് എ സ്പീഷീസ് വിത്ത് റെഡ്യൂസ്ഡ് ഔട്ട്ബ്രീഡിംഗ് ആൻഡ് ജീൻ ഫ്ലോ, ദാറ്റ് ഈസ് വിത്ത് ഇൻകംപ്ലീറ്റ് റീപ്രൊഡക്റ്റീവ് ഐസോലേറ്റഡ് മെക്കാനിസം. അതായത് ഔട്ട്ബ്രീഡിംഗ് റെഡ്യൂസ്ഡ് ആയിരിക്കും, തമ്മിൽ ക്രോസ് ചെയ്യുന്നത് കുറവായിരിക്കും, ജീൻ ഫ്ലോ കുറവായിരിക്കും, റീപ്രൊഡക്റ്റീവ് ഐസോലേറ്റഡ് മെക്കാനിസം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസിനും ഒരു റേസിനും ഇടയിൽ നിൽക്കുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ സെമി സ്പീഷീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ തോട്ട് ടു റെപ്രസെന്റ് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് സ്പീസിയേഷൻ. സ്പീസിയേഷന്റെ ഒരു അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. സൂപ്പർ സ്പീഷീസ്, മേയർ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. നമുക്ക് അറിയാം അലോപാറ്റിക് സ്പീസിയേഷൻ, അതായത് ഒരു ബാരിയറിന്റെ സഹായത്താൽ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് മോഡിഫൈ ചെയ്തുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള സ്പീഷീസ് തമ്മിൽ മോർ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇത്തരം സ്പീഷീസുകളെയാണ് സൂപ്പർ സ്പീഷീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോണോട്ടിപ്പിക് സ്പീഷീസ്, പേര് തന്നെ ഉണ്ട്, ഒരു ജീനസിൽ ഒരൊറ്റ സ്പീഷീസ് എന്നാണ് ഉൾപ്പെടുന്ന മോണോട്ടിപ്പിക് സ്പീഷീസ്. അതായത് ആ ജീനസിന്റെ ഒരൊറ്റ സ്പീഷീസ് മാത്രമേ കാണൂ, മറ്റ് സബ്സ്പീഷീസ് ഒന്നും കാണില്ല. എക്സാമ്പിൾ ഒരു വാമ്പയർ സ്ക്വിഡിനെ പറയുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് വാമ്പയർ യൂത്തിസ് എന്ന് പറയുന്നത് അതിന്റെ ഒരേ ഒരു സ്പീഷീസുകൾ ഇൻഫെർനാലിസ് എന്ന സ്പീഷീസ് മാത്രമേ ഉള്ളൂ. പോളിറ്റിപ്പിക് സ്പീഷീസ്, ഒരു ജീനസിനകത്ത് ഒരുപാട് സ്പീഷീസ് വരുന്നതാണ് പോളിറ്റിക് സ്പീഷീസ്. എക്സാമ്പിൾ നമുക്കറിയാം ടൈഗർ അല്ലെ, ടൈഗറിന്റെ ഒക്കെ സ്പീഷീസ് ഒരുപാടുണ്ട് അല്ലെ. നോക്കാം, ഇന്ത്യൻ ടൈഗർ പാന്തേര ടൈഗ്രിസ് ടൈഗ്രിസ്, ചൈനീസ് ടൈഗർ പാന്തേര ടൈഗ്രിസ് അമോയൻസിസ്, സൈബീരിയൻ ടൈഗർ പാന്തേര ടൈഗ്രിസ് അറ്റ്ലൈക്ക, ജവാൻ ടൈഗർ പാന്തേര ടൈഗ്രിസ് സൊണ്ടൈക്ക തുടങ്ങിയതെല്ലാം ഒരേ ജീനസിൽ നിന്നുള്ള ഒരുപാട് സ്പീഷീസുകളും അതിന്റെ സബ്സ്പീഷീസുകളും ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം പോളിറ്റിപ്പിക് സ്പീഷീസ് ആണ്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സ്പീഷീസ് കൺസെപ്റ്റുകളെ കുറിച്ചാണ്. കുറച്ചധികം കൺസെപ്റ്റുകളും പല ടൈപ്പ് സ്പീഷീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും സിലബസിൽ വേണമെന്ന് അറിയില്ല, എങ്കിലും കണ്ടപ്പോൾ കുറച്ച് റിലവന്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇത്രയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് കൂടെ ആഡ് ചെയ്തിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.